ഹലോ. അപ്പോൾ എൻ്റെ പേര് പാർവതി. ഞാൻ കഴിഞ്ഞ ദിവസം ക്യാമറ എങ്ങനെ പിടിക്കാം, വീഡിയോ എങ്ങനെ ചെയ്യാമെന്നുള്ള വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞു തന്നതൊക്കെ മനസ്സിലായെന്നും പറഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത സംശയം ചോദിച്ചായിരുന്നു. അതിനുള്ള ഒരു കാര്യം പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ സംശയം ഇതാണ്: വീഡിയോ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ലൈവ് വോയിസ് ആണ് എടുക്കുന്നത് കൊള്ളാമോ, അത് നമ്മൾ എഡിറ്റിങ്ങിൽ വോയിസ് ഓവറാണോ ബെറ്റർ എന്ന് ചോദിച്ചായിരുന്നു. അപ്പോൾ അതിനുള്ള മറുപടി ഇതാണ്: ലൈവ് വോയിസ് നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് ലൈവിൽ കുറേ വോയിസ് ഇങ്ങ് വരും, സംസാരിക്കാൻ പറ്റിക്കഴിഞ്ഞ് നമ്മൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ എന്തെങ്കിലും നമുക്ക് എഡിറ്റിങ്ങിൽ കട്ട് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാൽ ആ ലൈവ് വോയിസിൽ ബ്രേക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ പറയണതൊന്നും ആൾക്കാർക്ക് മനസ്സിലായില്ലേ, പകുതി വെച്ച് വേറെ എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, അതിനെ മൊത്തത്തിൽ ഒന്ന് വോയിസ് ഓഫ് ചെയ്യും, മ്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വോയിസ് ഓവർ തന്നെയാണ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ പുറകിൽ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്യും, വോയിസ് ഓവർ നമ്മൾ ചെയ്യുകയും ചെയ്യണം. അപ്പം അത് നമ്മൾ എടുത്ത് പറയും, നമ്മൾ വോയിസ് ചെയ്തായിരുന്നു, പിന്നെ എന്തോ ഒരു പ്രശ്നം കൊണ്ട് നമുക്ക് വോയിസ് മ്യൂട്ട് ചെയ്യേണ്ടി വന്നു എന്ന് നമ്മൾ പറയും. അപ്പം അങ്ങനെ ഒരു പ്രശ്നം ആ ലൈവ് വോയിസിനുണ്ട്. പിന്നെ ലൈവ് വോയിസ് നമ്മൾ കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അത് കുഴപ്പമില്ല എന്ന് തന്നെ പറയാം. കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്ത് എടുക്കാം. പിന്നെ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഫോണ് ഇങ്ങനെ പിടിച്ച് വേണം വീഡിയോ എടുക്കാൻ. ഇങ്ങനെ പിടിച്ച് വേണം എടുക്കാൻ. ഷോർട്സ് ഇങ്ങനെ പിടിച്ചെടുക്കണം. കാരണം ഷോർട്സ് ഇങ്ങനെയും വീഡിയോ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിന് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചിലപ്പോൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ നമുക്ക് സൈസ് കിട്ടാതെ വരും. അതിൽ ഇൻഷോട്ട് ആപ്പിലെ സൈസാണ് 60:2 എന്നാണ് തോന്നുന്നു. എഡിറ്റിംഗ് ആപ്പിലെ സൈസ് ഉണ്ട്. ആ സൈസ് ഇത്രയേ ഉള്ളൂ. ഈ ആപ്പ് ഇങ്ങനെ ഇരിക്കും. മറ്റേത് 9:4 എന്തോ ആണ് എഡിറ്റിംഗ് ആപ്പിൽ. അപ്പോൾ ഇങ്ങനെയാണ് ഷോർട്സ് ചെയ്യുന്നത്. അപ്പോൾ എഡിറ്റിംഗ് ചെയ്യുമ്പോൾ കുറേ കാര്യങ്ങൾ അതിലുണ്ട്. മ്യൂസിക് ആഡ് ചെയ്യുന്നത്, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് വേണം ആഡ് ചെയ്യാൻ വീഡിയോയിൽ. ഷോർട്സിൽ അങ്ങനെയാണ്, കോപ്പിറൈറ്റ് ഇല്ലാത്ത മ്യൂസിക് ആഡ് ചെയ്താൽ അതിൽ പോകത്തുള്ളൂ. അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം കുറച്ച് സമയം നമുക്ക് നന്നായിട്ട് നമ്മൾ ആലോചിച്ച് നമ്മൾ എഡിറ്റിംഗ് ചെയ്താൽ നമുക്ക് ആ വീഡിയോ കൊണ്ടൊരു ഗുണം ലഭിക്കത്തുള്ളൂ. പിന്നെ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി നിങ്ങൾ ഓരോ കാര്യങ്ങളും ഇതുപോലെ ചോദിക്കുന്നതുകൊണ്ട് ഒരു ചെറിയ വീഡിയോ എന്നെക്കൊണ്ട് കഴിയുന്ന പോലെ ഞാൻ ഒരു ചെറിയൊരു വീഡിയോ ആയിട്ട് തരാം എന്ന് വിചാരിച്ചു. അപ്പോൾ എഡിറ്റിംഗ് ആപ്പിൽ ചെയ്യുന്ന രീതി എന്ന് വെച്ചാൽ, നമ്മൾ ഓരോ വീഡിയോസ് അങ്ങനെ എടുക്കുമ്പോൾ ഫസ്റ്റ് ഏതാണോ എന്നുള്ളത് നമ്മൾ 1, 2, 3 ഇട്ട് പോയതിന് ശേഷം നമ്മളതിനെ ഒന്ന് പ്ലേ ചെയ്ത് നോക്കുക. പ്ലേ ചെയ്തിട്ട് എവിടെയെങ്കിലും കട്ടാക്കാനുണ്ടെങ്കിൽ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് ഡിലീറ്റ് ആക്കിയിട്ട് ഒന്നും കൂടെ നമ്മൾ അത് പ്ലേ ചെയ്ത് നോക്കണം. നോക്കിയതിന് ശേഷം എവിടെയെങ്കിലും നമുക്ക് വ്യത്യാസം ഉണ്ടെങ്കിൽ അതും കളയാം. എന്നിട്ട് ശേഷം മ്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് പറയാനുള്ള വോയിസ് അതിൽ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ അതിൽ മ്യൂസിക്കോ വല്ല ആഡ് ചെയ്യാനുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യണം. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ അതിന് ആനിമേഷനോ സ്റ്റിക്കറോ യൂട്യൂബിൻ്റെ എന്തെങ്കിലും സ്റ്റിക്കറോ വല്ലതും ഉണ്ടെങ്കിൽ അതിൽ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഒന്നും കൂടെ അതിനെ പ്ലേ ചെയ്ത് നമ്മൾ 3-4 വട്ടം അത് കേട്ട് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ അതിന് ക്വാളിറ്റിയോടെ നമ്മളതിനെ സേവ് ചെയ്തെടുക്കണം. എടുത്ത് കഴിഞ്ഞിട്ടുള്ള ബാക്കി വീഡിയോ അടുത്ത ദിവസങ്ങളിൽ വരുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും നന്ദിയുണ്ട്. ഇനി എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത്. ടാറ്റ ബൈ.